ഹായ് ആൾ, എഡ്യു ഗാനറ്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 11 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഉള്ള ഒരു ദിവസമാണ്. സോ ഫസ്റ്റ് കറണ്ട് അഫയർ എന്ന് പറയുന്നത് ടോപ്പ് US ഡിപ്ലോമാറ്റ് ഡൊണാൾഡ് ലിയു ടു വിസിറ്റ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. അപ്പൊ നമുക്ക് ഇന്ത്യയിലേക്ക് ഒരു വിസിറ്റിന്റെ കാര്യമാണ് നമുക്ക് ഇന്നത്തെ ദിവസമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യുന്ന വ്യക്തി ഡൊണാൾഡ് ലിയു ആണ്. അദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ അവിടെ US ഒരു ഡിപ്ലോമാറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ഒരു കമ്മിങ് മന്ത്സിൽ 2+2 എന്ന് പറയുന്ന ഒരു ഫോറിൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ ഒരു ഇന്റർസെഷണൽ ഡയലോഗ്സ് നടക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. അതായത് 2+2 വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് 2 പേര് കാണും, അമേരിക്കയിൽ 2 വ്യക്തികൾ കാണും. അവർ തമ്മിൽ നമ്മുടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബയലാട്രൽ സെക്ഷൻസ് എല്ലാം സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും അപ്പം അങ്ങനെയുള്ള എല്ലാ പാർട്ട്ണർഷിപ്സും കോപ്പറേഷൻസിനും എല്ലാം വേണ്ടിയിട്ടാണ് ആ 2+2 ഫോറിൻ ഡിഫൻസ് മിനിസ്ട്രീസിന്റെ ഒരു ഇന്റർസെഷണൽ ഡയലോഗ് നടക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് US ഒരു ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ലിയു ഇന്ത്യയും ബംഗ്ലാദേശും വിസിറ്റ് ചെയ്യാണ്. സോ ഈ ഒരു 2+2 ഫോറിൻ ഡിഫൻസ് മിനിസ്ട്രീസിലെ ആ ഒരു ഡയലോഗില് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള S ജയശങ്കറും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗുമാണ്. അതേപോലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കനും ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള ലോയിഡ് ഓസ്റ്റിനുമാണ് US സൈഡിൽ നിന്ന് ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് US ബയലാട്രൽ പാർട്ട്ണർഷിപ്പിനും ഡിഫൻസ് കോപ്പറേഷനും എല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഒരു ഡിപ്ലോമാറ്റ് നമ്മുടെ ഡൊണാൾഡ് ലിയു ഇന്ത്യയും ബംഗ്ലാദേശും ഇപ്പോ സന്ദർശിക്കും. ഇപ്പൊ ബംഗ്ലാദേശ് എന്തിനാന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ അവിടുത്തെ ഇന്റേണൽ അഫയേഴ്സ് കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരത്തിനൊക്കെ ആയിട്ടാണ് അമേരിക്കയുടെ ആ ഒരു ഇടപെടൽ. ഓക്കെ, അതാണ് ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വിൽ ഡിപ്ലോയ് 5000 സൈബർ കമാൻഡോസ് ഇൻ 5 years. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോ സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്റർ, സമന്വയ് പ്ലാറ്റ്ഫോം, സൈബർ സസ്പെക്ട് രജിസ്ട്രി, അങ്ങനെ ഈ 3 പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനാഗുറേറ്റ് ചെയ്തത് നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിട്ട് വരുന്ന അമിത് ഷായാണ്. ഓക്കെ, അപ്പൊ അമിത് ഷാ ആണിത് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പൊ ആ ഒരു ഇനാഗുറേഷന്റെ ടൈമിലാണ് പറഞ്ഞത് ഇന്ത്യയിലേക്ക് 5 വർഷത്തിനുള്ളിൽ 5000 സൈബർ കമാൻഡോസിനെ ട്രെയിൻ ചെയ്ത് ഇറക്കുന്നതായിരിക്കും. അപ്പൊ എന്തിനാന്ന് ചോദിച്ചാൽ അവര് സെൻട്രലിലും അതേപോലെ സ്റ്റേറ്റിലെ ഓരോ ഏജൻസീസിനും ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഇപ്പം പോലീസിലാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ ഒരു ഇതിലും എക്സൈസിലാണെങ്കിലും എല്ലാ ഇതിലും സൈബർ അസിസ്റ്റൻസ് വേണമല്ലോ. സോ അതിനായിട്ടാണ് അവരെ ഇറക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഇത് വരാൻ കാരണം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ഭാഗമായിട്ട് അവർ ഈ പ്ലാറ്റ്ഫോംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? CFMC എന്ന് പറയുന്ന സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്റർ, ദെൻ ജോയിന്റ് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റി ആയിട്ടുള്ള സമന്വയ് പ്ലാറ്റ്ഫോം, ദെൻ സൈബർ സസ്പെക്ട് രജിസ്ട്രി. അപ്പൊ ഇതിന്റെ 3ന്റെ ലോഞ്ചിന്റെ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ I4C ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ CEO എന്ന് പറയുന്നത് രാജേഷ് കുമാർ ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു CFMCയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ CFMC എന്ന് പറഞ്ഞത് അതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടെലികോം കമ്പനീസ്, ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, ഇവരെ എല്ലാവരെയും ഒരു പോലീസിനെ ഇവരെല്ലാം ഒറ്റ സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് ലിങ്ക് ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇതിനുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഫുള്ളായിട്ട് നടത്താനാണ്. മനസ്സിലായോ? പോലീസ്, ബാങ്ക്, ഇന്റർനെറ്റ് കമ്പനീസ്, ടെലിഫോൺ കമ്പനീസ്, അങ്ങനെ എല്ലാത്തിനെയും ഒറ്റ ഒരു യൂണിറ്റിലേക്ക് ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ CFMC എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഇത് വന്നത് 2021 മാർച്ചിലെ കണക്കെടുക്കുകയാണെങ്കിൽ വെറും 45 crores ഇന്റർനെറ്റ് യൂസേഴ്സ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 2021. Within 3 years 2024 ആയപ്പോൾ അത് 95 crore ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ടെന്നാണ് ഒരു റിപ്പോർട്ടോടെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് PM മോഡി കൺവിൻസസ് ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് നാഷണൽ റിസർച്ച് ഫണ്ട് ബോർഡ്. ഇതെന്ന് പറയുന്നത്
ഇപ്പോൾ ഈ റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. റിസർച്ച് ഇപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് R&D അതേ കണക്കത്തെ ഇപ്പം അങ്ങനെ പ്രോജക്റ്റുകൾ അങ്ങനെയൊക്കെ നടക്കുന്നതിനെല്ലാം കൂടി അതിനെ ഒറ്റ ഒരു ബോർഡ് ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞൊരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ PG ഒക്കെ ചെയ്യുന്ന ടൈമിൽ പല യൂണിവേഴ്സിറ്റീസ് നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റീസിനെയും പെയർ ചെയ്തുകൊണ്ട് ഒരു മെന്റർഷിപ്പ് മോഡലിൽ ഹബ് ആൻഡ് സ്പോക്ക് എന്നുള്ള മോഡലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിനൊരു ഫണ്ടിങ്, അപ്പം ഇതിനൊക്കെ ഫണ്ട് വേണ്ട. ഫണ്ടിങ് ആയിട്ട് ANF എന്നാണ് പറയുന്നത്, അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനെ അതിന്റെ ആ ഒരു ഗവേണിങ്ങും അതിനൊക്കെ ഫണ്ടിങ്ങിനുമായിട്ട് ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഇതിന്റെ ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. ഓക്കെ, ഇനാഗുറേറ്റ് ചെയ്തത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി 2025 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾക്ക് നമ്മുടെ IT മേഖലയിൽ 4 to 6% ഇൻക്രീസ് ഉണ്ടാകും എന്നാണ് ഒരു ഫോർവ്യൂ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇപ്പൊ അതിൽ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴത്തെ ആ ഒരു ഗ്രോത്ത് പോകുന്നത്. എന്നാൽ ഈ ഒരു ഗ്രോത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചില പ്രൊഷ്യൂസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്, എന്നിരുന്നാൽ പോലും ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതാണ് ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എത്രയായിരിക്കും? 4 to 6% ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനോടുള്ള ഒരു ഡിസ്റെസ്പെക്ട് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാരണം മാൽഡീവിലെ 2 മിനിസ്റ്റേഴ്സ് ചെയ്യുന്ന ന്യൂസ് ആണ്. ന്യൂസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. റീസൺ പറഞ്ഞിരിക്കുന്നത് പേഴ്സണൽ മാറ്റേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് PM-നെതിരെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഡിസ്റെസ്പെക്ട് ആയിട്ട് സംസാരിച്ചതിന് ശേഷം ആ 2 മാൽഡീവൻ മിനിസ്റ്റേഴ്സ് റിസൈൻ ചെയ്തു എന്നാണ് ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് റിലേറ്റ് ചെയ്ത് ഏത് കൺട്രിയിലെ മിനിസ്റ്റേഴ്സ് ആണ് റിസൈൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാൽഡീവൻ മിനിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു കുറച്ച് ഇമ്പോർട്ടന്റ് ന്യൂസ് ഉണ്ട്. അതിലൊരു ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ് ഇതെന്ന് പറയുന്നത്. SpaceX അറിയാലോ അല്ലെ. SpaceX പുതിയൊരു മിഷൻ ലോഞ്ച് ചെയ്തു. ആ മിഷന്റെ പേരാണ് പോളാരിസ് ഡോൺ മിഷൻ എന്ന് പറയുന്നത്. പോളാരിസ് ഡോൺ ഫാൽക്കൺ 9 എന്നാണ് ആക്ച്വലി അതിന്റെ പേര്. ഓക്കെ, ഈ മിഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രോണറ്റ്സ് അല്ലാത്ത നോൺ ആസ്ട്രോണറ്റ്സ് ആയിട്ടുള്ള 4 പേരെ എന്ത് ചെയ്തു, നമ്മുടെ സ്പേസിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പൊ അവർക്ക് സ്പേസിൽ പോകുന്ന കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വിയർ ചെയ്യേണ്ട സ്ലീക്കും അവരായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത കുറച്ച് സ്യൂട്ട്സും പിന്നെ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേസ്, ഹെൽമെറ്റിൽ ക്യാമറാസ്, അങ്ങനെ മൊബിലിറ്റി സിസ്റ്റം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഈ 4 പേരെ എന്ത് ചെയ്തിരിക്കുന്നത് SpaceX നമ്മുടെ സ്പേസിലേക്ക് വിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ പ്രത്യേകത തന്നെ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോൺ ആസ്ട്രോനട്സ് ആയിട്ടുള്ള 4 പേര് സ്പേസിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ലോഞ്ച് ചെയ്തത് ആരാണ്? SpaceX ആണ്. അത് ഏത് വെഹിക്കിളിലാണെന്ന് പോളാരിസ് ഡോൺ ഫാൽക്കൺ 9 എന്നാണ് അതിന്റെ പേര്. ആ മിഷന്റെ പേര് പോളാരിസ് ഡോൺ മിഷൻ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ വേൾഡ് ചെസ് ഒളിമ്പ്യാഡ് നടക്കാണ് കേട്ടോ. വേൾഡ് ചെസ് ഒളിമ്പ്യാഡ് നടക്കാണ്. അത് ഹംഗറിയിലെ ബുദാപെസ്റ്റിലാണ് നടക്കാൻ പോകുന്നത്. വേൾഡ് ചെസ് ഒളിമ്പ്യാഡ് ഹംഗറിയിലെ ബുദാപെസ്റ്റിലാണ് നടക്കാൻ പോകുന്നത്. 45th എഡിഷൻ ആണ് നടക്കാൻ പോകുന്നത്. അതിലേക്ക് ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുള്ള ഇന്ത്യയിലേക്ക് യോഗ്യത കിട്ടിയവരുടെ പേരാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. ഇതില് നമുക്ക് അറിയാവുന്ന കുറെ പേരുണ്ട്, ഗുഗേഷ്, പ്രജ്ഞാനന്ദ, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ ആ ഒരു പേരുകളാണ് വന്നിരിക്കുന്നത്. അപ്പം വേൾഡ് ചെസ് ചെസ് ചാമ്പ്യൻഷിപ്പ് ചെസ് ഒളിമ്പ്യാഡ് 45th എഡിഷൻ നടക്കുന്ന വെന്യൂ എവിടെയാണ്? ബുദാപെസ്റ്റ് ഇൻ ഹംഗറിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് AIFF അൻവർ എന്ന് പറയുന്ന അൻവർ അലിയെ, ഇന്റർനാഷണൽ പ്ലെയർ ആയിട്ടുള്ള അൻവർ അലിയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ആണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് അദ്ദേഹത്തിന് ചില കോൺട്രാക്ടിന്റെ ഒക്കെ ഒരു മോഹൻ ബഗാൻ ഉള്ള ക്ലബുമായിട്ട് 4 വർഷത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതിനകത്ത് കുറച്ച് ഇഷ്യൂസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കുന്നത്, സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. then എനിക്കത് കോമ്പൻസേഷൻ എമൗണ്ടും ഒക്കെ അവർ പറയുന്നുണ്ട് അതിനകത്ത് ഒരുപാട് ആ ഒരു ഇതിലാണ്. അപ്പൊ ഏത് പ്ലെയറിനെ സസ്പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇന്റർനാഷണൽ അൻവർ അലിക്കാണ് സസ്പെൻഷൻ കൊടുത്തത്. ആരെ സസ്പെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് FIH അതായത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആണ് FIH എന്ന് പറയുന്നത്. അതിന്റെ പ്രസിഡന്റ് ആയിട്ട് പാകിസ്ഥാൻകാരനായ മുഹമ്മദ് തയ്യാബ് ഇക്രാമിനെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹമായിരുന്നു നേരത്തെ, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് എലക്ട് ചെയ്തതിനത്, വേറെ ആരും നിന്നില്ല. അദ്ദേഹത്തിന് റീഎലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് മുഹമ്മദ് തയ്യാബ് ഇക്രാമാണ്. ഇദ്ദേഹം പാകിസ്ഥാൻകാരനാണ് കേട്ടോ. സോ ഇതോടെ ഇന്നത്തെ ന്യൂസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം വേറെ ന്യൂസുമായിട്ട് വരുന്നവരെ താങ്ക് യു.